കഴിഞ്ഞ വർഷം ഞങ്ങൾ കണ്ടക്ട് ചെയ്ത സൈറ്റ് ടു ലൈഫ് എന്നുള്ള ക്യാമ്പയിൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭവം ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ടാണ്. അവരിതിനെ വളരെ സന്തോഷപൂർവ്വം ഇതിനെ ഏറ്റെടുത്തുന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. അതുപോലെ തന്നെ ഒരു സംഭവമാണ് നമ്മുടെ കസ്റ്റമറുടെ, എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് ആൾക്കാർ എന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ക്യാമ്പയിൻ്റെ കാരണത്താൽ മാത്രം ഞാൻ അവിടെ പോയിട്ട് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ അവർ പോയിട്ടുണ്ടായിരുന്നു, അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം സൈറ്റ് ടു ലൈഫിൻ്റെ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഈ സൈറ്റ് ടു ലൈഫിൻ്റെ ക്യാമ്പയിൻ ഞങ്ങൾ പീസ് വാലി എന്നുള്ള ഫൗണ്ടേഷന് വേണ്ടിയാണ് ഞങ്ങൾക്കത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായത്. അപ്പം പേഴ്സണലി ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പീസ് വാലിയിൽ. അപ്പോൾ അതിൻ്റെ ചെയർമാൻ അബൂബക്കർക്ക് ഉണ്ടായിരുന്നു. അവർ കംപ്ലീറ്റ് ആ ഒരു ഫൗണ്ടേഷൻ എനിക്ക് കാണിച്ചു തന്ന്. അപ്പം എനിക്ക് മനസ്സിലായൊരു സംഭവം, കറക്റ്റ് ഞങ്ങൾ കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥലത്താണ് ആ ഒരു എമൗണ്ട് എത്തിക്കാൻ പറ്റിയത്. അതിൽ ഞങ്ങളുടെ എല്ലാ കസ്റ്റമറും അതിനൊരു ഭാഗഭാക്കായിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷനാണ് ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് സീസൺ 2 സൈറ്റ് ടു ലൈഫിൻ്റെ സീസൺ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഇല ഫൗണ്ടേഷന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസ്പോൺസ് കിട്ടുമെന്ന് വിചാരിക്കാം. ഇത് എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമാകണം. അതുപോലെ തന്നെ സംരംഭകരും ഇതുപോലെ ഒരു ഇനീഷ്യേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള ഫൗണ്ടേഷനുകൾക്ക് വളരെ ഗുണകരമായ രീതിയിൽ ആകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.